ഹായ് ഗൈസ്. അപ്പോൾ കേരളത്തിൽ നിന്ന് 2 സ്ഥലത്തേക്ക് ഈ ചൂരച്ചാറിൻ്റെ ഓർഡർ വന്നിരുന്നു കേട്ടോ. ഒന്ന് പത്തനംതിട്ട, ഒന്ന് കാസർഗോഡ്. ഒരാൾക്ക് 1 കിലോയും ഒരാൾക്ക് 1/2 കിലോയും വേണമെന്ന് പറഞ്ഞ് ടോട്ടൽ 1.5 കിലോ. അപ്പോൾ ഞങ്ങൾ മൊത്തം 3 കിലോയിൽ മേലെ ചൂര വാങ്ങിയിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി അയച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. 5 ദിവസം മുന്നേ കൊടുത്ത സാധനം കേട്ടോ ഇത് കക്കച്ചാറാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളിത് മുന്നേ കക്കച്ചാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിലുള്ള ഒരു സാബിൻ്റെ വൈഫ് പറഞ്ഞിട്ട് ഉണ്ടാക്കിയാണ്. 1 കിലോ കക്ക വാങ്ങിയിട്ട് കണ്ടില്ലേ, ഒരു 1/2 ബോട്ടിൽ പോലും നിറഞ്ഞില്ല. ഇത് 1 കിലോ ഉണ്ട്. അപ്പോൾ അത്രയും വാങ്ങിയിട്ട് ഇത് 1/2 പോലും നിറഞ്ഞില്ല. അപ്പോൾ ഞങ്ങളോട് എത്രയാണോ ഉള്ളത് അത്ര തരാനാണ് പറഞ്ഞത്. കേരളത്തിലേക്ക് അയച്ചു കൊടുക്കാനുള്ള ചൂരച്ചാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ പോസ്റ്റ് വഴി അയച്ചു കഴിഞ്ഞാൽ കേട്ടോ, ഇപ്പോഴാണ് വീഡിയോ ഇടുന്നതെന്നുള്ളൂ. പിന്നെ കുറേ പേര് പറഞ്ഞിരുന്നു ഈ കുപ്പിയിൽ ഒരു ലേബലും കൂടെ ഒട്ടിച്ചാൽ സെറ്റാവുമെന്ന്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്, ഞങ്ങൾ മുന്നേ ഇത്ര പ്ലാനൊന്നും ചെയ്തില്ല. പിന്നെ അതൊക്കെ ഒട്ടിച്ച് ഒന്നും കൂടെ സെറ്റാക്കണം എന്നുണ്ട്. ഞങ്ങൾ മാക്സിമം ലീക്ക് ആവാത്ത രീതിയിൽ നല്ല രീതിയിലാണ് പാക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾ മാക്സിമം, കാരണം ഇവിടെ ഈ അച്ചാറൊക്കെ വേഗം എണ്ണയൊക്കെ ലീക്കാവും. അതുകൊണ്ട് പാക്കിങ്ങൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ടാപ്പും ഒക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയിലാണ് ചെയ്ത് അയച്ചത്. എന്നിട്ടും അത് ലീക്കാവുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ല. കാരണം ഞങ്ങൾ മാക്സിമം ലീക്കാവാത്ത രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്യുക. പിന്നെ അത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അറിയാലോ, അവരത് അങ്ങനത്തെ രീതിയിലാണ് കെയർ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുക, നമ്മൾ വണ്ടിയിലേക്കൊക്കെ എറിഞ്ഞിട്ടാണല്ലോ കൊണ്ടുപോവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഇല്ലെങ്കിൽ ലീക്കാവും എന്തായാലും. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ല എന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പാക്ക് ചെയ്യുന്ന വീഡിയോ ഇത്രയും കാണിച്ചത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.